പ്രിയമുള്ള വിശ്വാസികളെ, മനുഷ്യജീവിതത്തിൽ വരുന്ന ഏത് പ്രയാസങ്ങളാവട്ടെ, പ്രതിസന്ധിയാവട്ടെ, അതിനെ തരണം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് ഊർജം ലഭിക്കുന്നത്, സഹായിക്കുന്നത് അവൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം അവനെ പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനിലൂടെ സൃഷ്ടാവായ അള്ളാഹുവാണ്. അതുകൊണ്ട് അതിലൊരു ശാന്തിയും ശമനവും രക്ഷയും ഒരു മനുഷ്യന് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്, അതിലൊരു സംശയവുമില്ല. എന്നാൽ സൂറത്തുൽ അംബിയായിൽ 82-ാമത്തെ വാചകം തൊട്ട് 90 വരെ നിങ്ങളൊന്ന് മറിച്ചു നോക്കണം. ഇതിലൊരു 3 നബിമാരുടെ വ്യത്യസ്ത പരീക്ഷണങ്ങൾ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണപാഠമുണ്ട് ഇതിൽ. ഒന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. 83-ാമത്തെ വാചകം നോക്കിയാൽ മതി. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ളുർറു വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഏറ്റവും വലിയ പ്രയാസം, അതായത് രോഗമാണ് ബാധിച്ചത്. കാലങ്ങളോളം രോഗബാധിതനായി കിടപ്പിലായി കിടന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയാണ്, അൻത അർഹമുർ റഹീമീൻ, അള്ളാഹുവേ നീ ഏറെ കാരുണ്യവാനാണ്, നീ റഹ്മാനാണ്, നീ റഹീമാണ്. അള്ളാഹിനെ പുകഴ്ത്താണ്. ഉടനടി നോക്കൂ, ഫസ്തജബ്നാ ലഹു, അടുത്ത ആയത്തിൽ അള്ളാഹു ഉത്തരം നൽകി. പിന്നെ ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ, അദ്ദേഹത്തിൻ്റെ രോഗത്തെ അള്ളാഹു നീക്കിക്കൊടുത്ത് ശമനം നൽകി. രോഗബാധിച്ച് അള്ളാഹുവിനോട് കൈനീട്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് ഉടനടി അള്ളാഹു ഉത്തരവും നൽകി. ഇത് ഒരു നബിയുടെ ചരിത്രമാണ്. ഇനി അടുത്ത നബി നോക്കൂ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. സമുദ്രത്തിൻ്റെ നടുവിൽ മരണം കൺമുമ്പിൽ കാണുകയാണ്. ആ സമുദ്രത്തിൻ്റെ നടുവിൽ അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങുന്നു. നോക്കൂ, ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് വദന്നൂനി ഇദ് ദഹബ മുഗാളിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫി الظുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മത്സ്യത്തിൻ്റെ വയറ്റിൽ ആദ്യം പറഞ്ഞത് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്നല്ല, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനില്ല. തൗഹീദാണ് ആദ്യം അരക്കിട്ടുറപ്പിക്കുന്നത്. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്, അള്ളാഹിനെ പുകഴ്ത്താണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാനൊരു അക്രമികളിൽ പെട്ടുപോയി അള്ളാഹ്. അവിടെ നിന്ന് നോക്കൂ, ആയത്തിൻ്റെ തൊട്ടടുത്ത ആയത്ത് എന്താണ്? ഫസ്തജബ്നാ ലഹു, അള്ളാഹു അദ്ദേഹത്തിന് ഉത്തരം നൽകി. വനജ്ജയ്നാഹു മിനൽ ഗം, അദ്ദേഹത്തെ ബാധിച്ച ആ ഒരു പ്രയാസത്തെ, ആ ദുരിതത്തെ അള്ളാഹു നീക്കിക്കൊടുത്ത്. എന്നിട്ട് അള്ളാഹു പറയാണ്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരമാണ് ഈമാനുള്ളവരെ. യഥാർത്ഥ വിശ്വാസം ഉണ്ടോ? അള്ളാഹുവിൽ ഉറച്ച വിശ്വാസമുണ്ടോ? തൗഹീദുണ്ടോ? റബ്ബിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്നവനാണോ? വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഈമാനുള്ളവരെ ഇപ്രകാരമായിരിക്കും നാം രക്ഷപ്പെടുത്തുക എന്ന് അള്ളാഹു പറയുമ്പോൾ അതിൽ നമുക്കൊരു സന്തോഷ വാർത്ത ഉണ്ട്. നബിമാരെ ഇപ്രകാരം രക്ഷപ്പെടുത്തുമെന്നല്ല അള്ളാഹ് പറഞ്ഞത്, സഹാബത്തിനെ ഇപ്രകാരം രക്ഷപ്പെടുത്തുമെന്നല്ല പറഞ്ഞത്. മറിച്ച് ഈമാനുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുന്നുവോ അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങുമെന്നാണ്. ഇനി അതേ പേജിൽ അടുത്ത സമമാരുടേതാണ് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. അദ്ദേഹം മക്കളില്ലാതെ കാലങ്ങളോളം പ്രയാസപ്പെട്ട് വിഷമത്തിൽ കഴിഞ്ഞ നബിയാണ്. അള്ളാഹിനോട് പറയാണ്, വസക്കരിയ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിഥീൻ. അള്ളാഹുവിനോട് ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഉടനടി നോക്കൂ, റബ്ബ് അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജഹു, അദ്ദേഹത്തിന് അള്ളാഹു യഹ്യ എന്ന ഒരു കുഞ്ഞു മകനെ, ഒരു പ്രവാചകനെ, ഒരു നബിയെ അള്ളാഹു സമ്മാനിക്കുകയാണ്. യഹ്യ നബി അലൈഹിസ്സലാം സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ മകനാണ്. അള്ളാഹു പേരടക്കം പറഞ്ഞു. ഈ 3 സംഭവം കൂടി നമ്മളൊന്ന് ചിന്തിക്കണം സഹോദരങ്ങളെ. ഒന്ന്, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം ബാധിച്ചുകൊണ്ട് റബ്ബിനോട് കൈ ഉയർത്തുകയാണ്. അതുപോലെ തന്നെ രണ്ടാമതായി മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മരണം കൺമുമ്പിൽ കണ്ടു. മരണത്തിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രതീക്ഷ കൈവിടാതെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹു ഉത്തരം നൽകി. മൂന്നാമതായി മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. 3 നബിയുടെ സംഭവം ഒരേ പേജിൽ സൂറത്തുൽ അംബിയായിൽ 82 തൊട്ട് 90 വരെ ആ ഒരു വാചകത്തിൽ അള്ളാഹു പറയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാ ആളുകളും അള്ളാഹുവിനോട് നേരിട്ട്, എല്ലാ നബിമാരും റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇടയാളന്മാരില്ല. ആരുടെയെങ്കിലും ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ടോ, ആദം നബിയുടെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ടോ, ഇബ്രാഹിം നബിയുടെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ടോ എന്നുള്ളൊരു തേട്ടമില്ല. മറിച്ച് അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു ഉടനടി ഉത്തരം നൽകുന്നുണ്ട്. ഈ പ്രവാചകന്മാരെയല്ലേ സഹോദരങ്ങളെ നാം മാതൃകയാക്കേണ്ടത്? ഇവരല്ലേ നമുക്ക് യഥാർത്ഥ മാതൃക കാണിക്കേണ്ടവർ? ഇവരല്ലേ നാം പിൻപറ്റേണ്ടത്? ഈ നബിമാരുടെ വിശ്വാസത്തെ നാം പിൻപറ്റിയാൽ നമ്മുടെ ഇഹലോകവും പരലോകവും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം ദുനിയാവിലുള്ള പരീക്ഷണത്തെ തരണം ചെയ്യാൻ ഇത് സഹായിക്കും. അവരാരോടാണ് പ്രാർത്ഥിച്ചത്? അള്ളാഹുവിനോട് മാത്രമാണ്. ഒരാളെയും ഇടയാളനാക്കിയോ
ഹക്ക് ജാ ബറക്കത്ത് കൊണ്ടോ അങ്ങനെയുള്ള ഒരു തേട്ടം ഖുർആനിൽ എവിടെയും കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇതിൻ്റെ ആശയം നിങ്ങളൊന്ന് അതിൻ്റെ പരിഭാഷ നോക്കിയെങ്കിലും പഠിക്കണം, അറിയണം. കൂടുതൽ ഖുർആനിൻ്റെ അർത്ഥം പഠിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.